ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ഗിൽറ്റി വൺസ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ചിത്രത്തിലെ കഥാനായിക ലിനയാണ് നമ്മളെ കാണിക്കുന്നത്. അതെ, നായികയുടെ മകളെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ആ കിഡ്നാപ്പറോടാണ് ഇപ്പോൾ ലിന ഫോണിൽ സംസാരിക്കുന്നത്. എല്ലാം എന്റെ തെറ്റാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം, എന്റെ മകളെ വെറുതെ വിട്ടേക്ക്. അതിനെ കിഡ്നാപ്പർ പറയുന്നത്, നിന്റെ മകൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, ജീവിതത്തിലെ ഒരിക്കൽ മാത്രമേ നമുക്ക് അവസരം കിട്ടൂ. ശരി, ഞാൻ നിനക്ക് അവസാനമായിട്ടൊരു അവസരം തരാം. തനിക്ക് ആവശ്യമായിട്ടുള്ള പണം കൊണ്ടുവരാൻ പറഞ്ഞ് കിഡ്നാപ്പർ അവൾക്കൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ലീന അയാൾ പറഞ്ഞ പണവുമായി തന്റെ മകളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി. എന്നാൽ അതേസമയം നായികയുടെ മകളുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഓഫീസർ ചെൻ ലീന കിഡ്നാപ്പറോട് സംസാരിക്കുന്നതൊക്കെ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ചെൻ ഉടനെ തന്നെ തന്റെ ടീമിനെ അലർട്ട് ചെയ്ത് ലീനയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം ലീന ആ കിഡ്നാപ്പർ പറഞ്ഞതനുസരിച്ച് മൈൽ സ്റ്റോൺ 196 തൊട്ടു മുന്നിലായി കാർ നിർത്തി. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് തന്റെ തല മൂടി 3 തവണ കാറിന്റെ ഹോൺ അടിച്ചു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കാത്തിരുന്ന് ലീന പതിയെ കാറിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. ഈ ഒരു ഗ്യാപ്പില്ല കിഡ്നാപ്പർ ലീനയുടെ കാറിൽ നിന്ന് പണം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. എന്നാൽ തന്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് കരുതി കാത്തു നിന്നിരുന്ന ലീന കാണുന്നത് തന്റെ കുഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്നതാണ്. കിഡ്നാപ്പർക്ക് അയാൾക്ക് ആവശ്യപ്പെട്ട പണം കൊടുത്തിട്ടും അയാൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഈ ഒരു ക്രൂരത താങ്ങാനാവാതെ മനസ്സ് തകർന്ന് കരയുന്ന ലിനയെ കാണിച്ചാണ് ആ സീൻ അവിടെ കട്ടാവുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് 10 വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ലിനയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ക്യാൻസർ ബാധിച്ച് മരണത്തോടടുത്തോണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ലിന ഇത് അവൾക്ക് തന്നെ നൽകിയ ഒരു ശിക്ഷയാണ്. മകളെ നഷ്ടപ്പെട്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആരാണ് തന്റെ മകളെ കൊന്നതെന്ന് നായികയ്ക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവളെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്ന പോലീസിനും ആ ഒരു കില്ലറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് ചെൻ നായികയുടെ ഇപ്പോഴത്തെ അവസ്ഥയറിഞ്ഞ് ലിനയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. നായികയുടെ മകളുടെ മരണശേഷം ചെൻ തന്റെ ജോലി തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോ ഒരു സീ ഫുഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. താൻ ആ ക്രൈം സീനിൽ ഉണ്ടായിട്ട് പോലും തനിക്ക് ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ആ ഒരു കുറ്റബോധം ഇപ്പോഴും ചെന്നിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ചെൻ അവൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് പണം കൊടുത്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ താൻ ഈ 10 വർഷം കൊണ്ട് ആ കൊലയാളിയെ കുറിച്ച് കണ്ടെത്തിയ പല ഡീറ്റെയിൽസും ലേനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ലേനയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ചെന്നിനോട് തട്ടിക്കയറുന്നുണ്ട്. ഇത്രയും വർഷം നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? ഈ പേപ്പറൊക്കെ കിട്ടിയിട്ട് താൻ എന്ത് ചെയ്യാനാ? ലിനയെ കണ്ടതിനു ശേഷം ചെൻ നേരെ പോയത് നായികയുടെ മകള് കൊല്ലപ്പെട്ട അതേ സ്പോട്ടിലേക്കാണ്. എന്തോ ചെന്നിന് ആ കുഞ്ഞിന്റെ കരയുന്ന മുഖം മറക്കാൻ കഴിയുന്നില്ല. അവൻ ആ മൈൽ സ്റ്റോണിനടുത്ത് 2 ലോലിപോപ്പും ബിസ്ക്കറ്റും പൂക്കളൊക്കെ വെച്ച് കുറച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്താണ് ചെൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ താഴെയായി കുറച്ച് ചന്ദനത്തിരിയുടെ സ്റ്റിക്ക് കിടക്കുന്നുണ്ട്. ഇനി ആ തിരി കത്തിച്ചു വെച്ചത് കുഞ്ഞിന്റെ അമ്മയല്ലെങ്കിൽ എന്തോ പന്തികേട് തോന്നിയ ചെൻ ഉടനെ തന്നെ ഇക്കാര്യം ഉറപ്പിക്കാനായിട്ട് ലിനയെ ഫോൺ ചെയ്തു. അതിനെ ലിന പറയുന്നത് താൻ ഒരിക്കൽ പോലും അവിടെ തിരി കത്തിച്ചു വെച്ചിട്ടില്ല. പിന്നെ റിലേറ്റീവ്സിന് ആർക്കും ആ ഒരു സ്പോട്ട് അറിയില്ല. അതുകൊണ്ട് റിലേറ്റീവ്സ് ആരും അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ സാധ്യതയില്ല. ഈ ഒരു കാര്യം കേട്ടതോടെ ചെന്നിനൊരു കാര്യം ഉറപ്പായി. ഈ ഒരു സ്പോട്ട് കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് ആ കിഡ്നാപ്പർക്കാണ്, കില്ലറിനാണ്. അപ്പോ അയാള് തന്നെയാണ് ഈ ചന്ദനത്തിരി ഇവിടെ കത്തിച്ചു വെച്ചത്. അത് 1 തവണ 2 തവണയല്ല, ഒരുപാട് തവണ ആ കില്ലർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ചെൻ ചുറ്റുപാടും ഒന്ന് നോക്കി. അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു CCTV ക്യാമറയുണ്ടായിരുന്നു. ഉടനെ തന്നെ ചെൻ ആ സ്റ്റിക്ക് എല്ലാം എടുത്ത് തന്റെ മേലുദ്യോഗസ്ഥരെ ചെന്ന് കാണുന്നുണ്ട്. ക്യാപ്റ്റൻ ആണെങ്കിൽ ചെൻ ജോലി ഉപേക്ഷിച്ചു പോയ ആ ഒരു ദേഷ്യത്തിലാണ്. പോലീസുകാരും തന്നെ ചെൻ പറയുന്ന കാര്യങ്ങള് അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. ഇതിപ്പോ 10 വർഷം കഴിഞ്ഞില്ലേ, ഇനി ഈ സ്റ്റിക്കും വെച്ച് DNA ടെസ്റ്റ് നടത്തണോ? ആ പോലീസുകാരൻ ചെന്നിനെ കളിയാക്കി. സോ ചെൻ ജോലി ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അവൻ പറയുന്നത് കേട്ട് കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെൻ തുടർന്ന് ആ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. ചെന്നിനെ കേസ് അന്വേഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജൂനിയർ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ചോയിയാണ്. അങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവര് 2 പേരും മൈൽ സ്റ്റോണിന് തൊട്ടടുത്തുണ്ടായിരുന്ന CCTV ചെക്ക് ചെയ്ത് നോക്കി. അവസാനം അവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാള് മൈൽ സ്റ്റോണിനടുത്തേക്ക് നടന്നു വന്ന് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നത് കാണാം. പക്ഷേ അയാള് സഞ്ചരിച്ചിരുന്ന വാഹനം
ചുറ്റുവട്ടത്തൊന്നും തന്നെ പാർക്ക് ചെയ്തിട്ടില്ല. അപ്പോ തന്റെ കാറ് CCTVയിൽ പെടാതിരിക്കാൻ അയാള് തന്റെ കാറ് കുറച്ച് ദൂരെയായിട്ട് പാർക്ക് ചെയ്ത് നടന്നാണ് ആ സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ അവർ രണ്ടുപേരും ആ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലം കണ്ടെത്താനായിട്ട് മൈൽ സ്റ്റോണിന് തൊട്ടടുത്തുണ്ടായിരുന്ന മലയുടെ അടുത്തെത്തി. ഒരുപക്ഷെ ആ മലയുടെ പിറകിലായിരിക്കണം കില്ലർ കാറ് പാർക്ക് ചെയ്തിരുന്നത്. അവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ കാറ് പാർക്ക് ചെയ്തിരുന്നതിന്റെ ടയർ മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ കില്ലറിന്റെ കാറിന്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. തുടർന്ന് അവര് വീണ്ടും CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. പുലർച്ചെ 2 മണിക്കാണ് ആ കില്ലർ തിരികെത്തിക്കാനായിട്ട് മൈൽ സ്റ്റോണിന്റെ അടുത്തേക്ക് വന്നത്. അതായത് 2 മണിക്ക് ആ ഹൈവേയിലൂടെ പാസ് ചെയ്തു പോയ ഒരു കാറ് ഒരു 15 മിനിറ്റിന് ശേഷം അതേ കാർ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. കാറിന്റെ നമ്പർ CCTVയിൽ വ്യക്തമായിട്ട് കാണാം. എന്നാൽ അതൊരു ഫേക്ക് നമ്പറാണ്. ഉറപ്പായും ആ കാറിലുണ്ടായിരുന്ന വ്യക്തിയാണ് ലീനയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്. ചെൻ ഊണും ഉറക്കമില്ലാതെ 24 മണിക്കൂറും അതേ CCTV വിഷ്വൽസ് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ആ കാറ് കണ്ടെത്തണം. കാറിന്റെ നമ്പർ ഫേക്ക് ആയതുകൊണ്ട് അതത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു ദിവസം ചെൻ ആ CCTV വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ കറുത്ത കാറ് എവിടെയോ ഇടിച്ചിട്ടുണ്ട്. കാറിന്റെ ബമ്പർ ഡാമേജ് ആയിട്ടുണ്ട്. അത് ഫൂട്ടേജിലെ വ്യക്തമായിട്ട് കാണാം. ചെൻ ഈ ഒരു കാര്യം തന്റെ അസിസ്റ്റന്റിനോട് പറയുമ്പോൾ ചോയ് പറയും, ഈ സിറ്റിയിലെ എത്ര കാറുണ്ട്, അതിന്റെയൊക്കെ ബമ്പറും ഡാമേജ് ആയത് നോക്കി നടക്കാൻ പറ്റൂ. ഇന്നു മുതല് നിങ്ങൾ ഈ കേസ് തനിച്ചന്വേഷിക്കേണ്ടി വരും. കാരണം ചോയ്ക്ക് ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഈ ഒരു കാര്യം കേട്ടതോടെ ചെന്നിന് തന്റെ കൺട്രോൾ തന്നെ പോയി. ചോയോട് ഒത്തിരി ചൂടാവുന്നുണ്ട്. അടുത്ത ദിവസം ചെൻ തന്റെ ക്ലയന്റുമായി ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ചെൻ ഈ സീ ഫുഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്. അയാൾ അങ്ങനെ സീ ഫുഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, വിലയെ കുറിച്ചൊക്കെ സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്യുന്ന നേരത്താണ് കോഫി ഷോപ്പിന്റെ വെളിയിലെ ഒരു കറുത്ത കാറ് ശ്രദ്ധിക്കുന്നത്. താൻ CCTVയിൽ കണ്ട അതേ കാറ്. ചെൻ ഉടനെ തന്നെ താനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് കോഫി ഷോപ്പിന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ ടയർ ചെക്ക് ചെയ്ത് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കാറിന്റെ ബമ്പർ ഡാമേജ് ആയിരുന്നു. ഉറപ്പായും ഇത് ആ കില്ലറിന്റെ കാർ തന്നെയാണ്. ചെൻ ആ മഴയത്ത് കാറ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന നേരത്ത് ആരോ ഒരാള് ആ കാറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. എന്തോ ചെന്നിനെ അവിടെ കണ്ടതും അയാള് പെട്ടെന്ന് സ്റ്റോപ്പായി. താൻ പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ അയാള് പതിയെ ഒന്നും അറിയാത്തതുപോലെ വന്ന വഴി തന്നെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അയാൾ ആ കാർ എടുക്കില്ല. ചെൻ വിടോ. ഉടനെ തന്നെ അയാളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. കുറച്ചു ദൂരം കഴിഞ്ഞതും ചെൻ തന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അയാള് അവിടെ നിന്ന് വളരെ വേഗത്തിലെ ആ മാർക്കറ്റിലൂടെ ഓടാൻ തുടങ്ങി. ചെന്നും വിട്ടില്ല, പിന്നാലെ തന്നെ ഓടി. അപ്പോഴേക്ക് ആ കില്ലറ് മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. എന്നിരുന്നാലും ചെൻ ആ കില്ലറെ വിടാൻ തയ്യാറായിരുന്നില്ല. മാർക്കറ്റിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കടകളിലും റെസ്റ്റോറന്റിലൊക്കെ കയറി ആ കില്ലറെ തെരയുന്നുണ്ട്. നോക്കുമ്പോ ദേ ആ കില്ലറ് ഒരു റെസ്റ്റോറന്റിലിരുന്ന് പത്രം വായിക്കുന്നു. അയാള് മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചെന്നിന് ആ കില്ലറിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ആകെ അടിപിടി ബഹളമായി. റെസ്റ്റോറന്റിന്റെ ഓണറെ ചെന്നിനെ വഴക്കും പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റി. ആ ഒരു ഗ്യാപ്പിലെ കില്ലറ് അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വേഗം തന്നെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെയുള്ള ആരും തന്നെ ചെൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. ഒരു കണക്കിന് അവൻ പുറത്തേക്ക് ഓടി എത്തുമ്പോഴേക്കും ആ കില്ലർ അവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെട്ടു പോയിരുന്നു. ചെൻ ആ കില്ലറിന്റെ ഇത്രയും അടുത്തെത്തിയിട്ടും കില്ലറെ പിടിക്കാനും കഴിഞ്ഞില്ല, മുഖം പോലും കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇപ്പൊ ആ റെസ്റ്റോറന്റിൽ നടന്ന ബഹളങ്ങളൊക്കെ ആരോ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഇപ്പൊ വൈറലായി. പോലീസുകാർക്ക് ആകെ തലവേദനയായി. ഇത് മാത്രമല്ല ചെൻ ഇന്ന് ഒരു ക്ലയന്റിനെ കാണാൻ പോയിരുന്നില്ലേ, ആ ഡീൽ അങ്ങ് ക്യാൻസലായി. ചെന്നിന്റെ ജോലി നഷ്ടപ്പെട്ടു. ആ കമ്പനി തന്നെ ഒത്തിരി നഷ്ടത്തിലായി. ഇതോടുകൂടി ചെൻ ഒരു തീരുമാനത്തിലെത്തി. ഇന്നത്തോടെ താൻ ഈ കേസിന്റെ പിന്നാലെയുള്ള ഓട്ടങ്ങ് നിർത്തുക. ഉള്ള ജോലിയും പോയി, മനസമാധാനവും പോയി. ചെൻ താൻ ഇതുവരെ കണ്ടെത്തിയ എല്ലാ ഡീറ്റെയിൽസും കത്തിച്ചു കളയുന്നുണ്ട്. അടുത്ത സീനിലെ കറുത്ത വസ്ത്രം ധരിച്ച് മുഖമൊക്കെ മറച്ചൊരാള് സ്കൂൾ കഴിഞ്ഞു വരുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് തന്റെ കാറിനടുത്ത് നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. കൂട്ടത്തിലെ ഒരു പയ്യൻ മാത്രം തനിയെ പോകുന്നത് കണ്ട് അയാൾ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ കെട്ടിയിട്ടിരുന്ന ഡോഗ് വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞിന്റെ അമ്മ അങ്ങോട്ട് ഓടിയെത്തി. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി. അല്പസമയത്തിന് ശേഷം ഷിൻസു എന്നൊരു കൊച്ചു പെൺകുട്ടി തന്റെ മുത്തശ്ശനോടൊപ്പം ബീച്ചിലെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഷിൻസു തനിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ മുത്തശ്ശൻ അവൾക്ക് ബലൂൺ വാങ്ങിച്ചു കൊടുത്തു. ഈ സമയത്താണ് മുത്തശ്ശന്റെ ഫോണിലേക്കൊരു ഫോൺ കോൾ വരുന്നത്. ലീ അങ്ങനെ കൊച്ചുമോളുടെ കൈയും പിടിച്ച് ഫോണിലും സംസാരിച്ചുകൊണ്ട് നടക്കുക. പെട്ടെന്ന് ഏതൊരു സ്ത്രീ അങ്ങോട്ട് ഓടി വന്ന് ആകെ ബഹളം വെച്ച് മുത്തശ്ശന്റെ കൈ പിടിച്ചിരുന്ന കുഞ്ഞിനെ അങ്ങ് പിടിച്ചു മാറ്റി. മുത്തശ്ശനാകെ പേടിച്ചു പോയി. ഈ ബഹളമൊക്കെ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ
നോക്കുമ്പോൾ അത് തന്റെ കൊച്ചുമകളല്ല, അതൊരു പയ്യനാണ്. അയാള് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയെന്ന് പറഞ്ഞ് അവിടെ കൂടി നിന്ന എല്ലാവരും മുത്തശ്ശനെതിരെ തിരിഞ്ഞു. ലീ പറയുന്നതൊന്നും ആരും കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോ ഷിൻസുവിനെ കാണാനില്ല. ആ ബീച്ചിൽ എവിടെയും കുഞ്ഞിനെ കാണാനില്ല. അന്ന് വൈകിട്ട് ലീന കിഡ്നാപ്പർ അന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ ബഹളം വെച്ച് രക്ഷപ്പെട്ട് ഓടിയില്ലേ, അതേ റെസ്റ്റോറന്റിലെത്തി. അതിന്റെ ഉടമയോട് അന്നത്തെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ലീന ഏതോ പത്രപ്രവർത്തകയാണെന്ന് കരുതി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ എന്റെ കൈയൊടിച്ചു, ആ പോലീസുകാരൻ എന്നെ തല്ലി, സാധനങ്ങളൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ. അന്ന് ആ കില്ലറ് രക്ഷപ്പെട്ടോടുന്ന തിരക്കില് തന്റെ കുട അവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് പോയത്. എന്തായാലും ലീന ആ കുട എടുത്തോണ്ട് പോകുന്നുണ്ട്. മറുവശത്ത് തട്ടിക്കൊണ്ടുപോയ ഷിൻസു എന്ന പെൺകുട്ടിയുടെ പേരൻസ് ആകെ തകർന്നിരിക്കുക. പോലീസും ആ വീട്ടിലെത്തി ബീച്ച് സൈഡിലുള്ള CCTV ഫൂട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കിഡ്നാപ്പർ പണം ആവശ്യപ്പെടാനായി എന്തായാലും ഷിൻസുവിന്റെ പേരൻസിനെ കോണ്ടാക്ട് ചെയ്യും. പോലീസുകാരും ഫോൺ കോൾ ട്രാക്ക് ചെയ്യാനായിട്ട് കാത്തിരുന്നു. അടുത്ത ദിവസം ലീ മുത്തശ്ശൻ കൊച്ചുമകളെ കുറിച്ച് അറിയാതെ ആകെ സങ്കടത്തില് തന്റെ കാറിലിരിക്കുമ്പോ ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. മുത്തശ്ശൻ നോക്കുമ്പോ അത് തന്റെ ഫോണല്ല, ശബ്ദം കേൾക്കുന്നത് കാറിന്റെ താഴെ നിന്നാണ്. മുത്തശ്ശൻ ആകെ വെപ്രാളപ്പെട്ട് ആ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളാണ്. ഒരല്പസമയത്തിന് ശേഷം ആ കിഡ്നാപ്പർ ഷിൻസുവിന്റെ പേരൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോ ജീവനോടെയുണ്ട്. പോലീസിനെ അറിയിച്ച കുഞ്ഞിനെ പിന്നെ ജീവനോടെ കിട്ടില്ല. ഇതും പറഞ്ഞ കിഡ്നാപ്പർ ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കേട്ടതോടെ ഷിൻസുവിന്റെ അമ്മ അവിടെ ബോധം കെട്ട് വീണു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ആകെ പാനിക്കായി. കാരണം ആ ലേഡി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ക്യാപ്റ്റൻ എല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. മുത്തശ്ശിനെ ആണെങ്കിൽ ആ വീട്ടില് കാണാനുമില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഫോൺ കോൾ ട്രാക്ക് ചെയ്തിരുന്നു. അതൊരു പബ്ലിക് ബൂത്താണ്. അവര് ചുറ്റുപാടും തെരഞ്ഞതിൽ നിന്നും അവർക്ക് ആ ബൂത്തിൽ നിന്നും യൂസ് ചെയ്യാത്ത ഒരു സിഗരറ്റ് മാത്രമാണ് കിട്ടിയത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഷിൻസുവിന്റെ പേരൻസിനോട് ആ കിഡ്നാപ്പർക്ക് എത്ര പണം വേണമെങ്കിലും ആവശ്യപ്പെടാം. അവര് കാശുകാരാണ്. എന്നാൽ കിഡ്നാപ്പർ 4 മില്യൺ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഇതേ സമയം ലീന കില്ലറ് കളഞ്ഞിട്ട് പോയ ആ കുടയുമായിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിന്റെ കമ്പനിയിലെത്തി. കാരണം ആ കുടയില് ഈ കമ്പനിയുടെ സിമ്പിൾ ഉണ്ടായിരുന്നു. ഈ കമ്പനിയിലെ പ്രൊഡക്ട്സ് വാങ്ങുന്നവർക്കാണ് ഈ കുട ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അധികം പേർക്കൊന്നും കുട കൊടുത്തിട്ടില്ല, വളരെ കുറച്ചു പേർക്ക് മാത്രം. അതുകൊണ്ട് അതാരൊക്കെയാണെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. ആദ്യമൊന്നും അവിടുത്തെ സ്റ്റാഫ് അവൾക്ക് ആ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. എന്നിരുന്നാലും ലീന അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് ആ കുട ഫ്രീ ആയിട്ട് കൊടുത്ത ആളുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് നായിക വാങ്ങുന്നുണ്ട്. അന്ന് രാത്രി കിഡ്നാപ്പർ വീണ്ടും ഷിൻസുവിന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ ബോധമല്ലാതെ കിടക്കാണ്. ഇപ്പോ ആര് ഫോൺ എടുക്കും? പോലീസിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരത്താണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഷിൻസുവിന്റെ അമ്മ അബോധാവസ്ഥയിൽ നിന്ന് ഞെട്ടിയണീക്കുന്നത്. എന്റെ കുഞ്ഞ്, അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. അതിനാ കിഡ്നാപ്പർ പറയും, നിങ്ങളുടെ കുഞ്ഞിപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോ അറിയണം അല്ലേ? അതിനൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പോ നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്ന ഗാർബേജ് വാഹനം പാസ് ചെയ്തു പോകും. വാഹനത്തിലെ ഗാർബേജ് ബാഗില് അതിനുള്ള ഉത്തരം കാണും. ഇത് കേട്ടപാട് തന്നെ ലേഡി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. പോലീസുകാരും ആ സ്ത്രീയെ തടയാനായിട്ട് പിന്നാലെ ഓടുന്നുണ്ട്. ഈ സമയത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. അന്ന് ഇതേപോലെ തന്നെ കിഡ്നാപ്പർ നായികയെ ഫോൺ ചെയ്ത് ആ ഗാർബേജ് വാഹനം പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അലറിക്കരഞ്ഞുകൊണ്ട് ലീന ആ ഗാർബേജ് ബാഗ് മുഴുവനും തെരഞ്ഞു നോക്കി. അവസാനം ലീന ആ ബാഗിൽ നിന്നും തന്റെ മകളുടെ ഒരു ഫോട്ടോ കണ്ടെത്തി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഇപ്പോ അതേപോലെ തന്നെയാണ് കിഡ്നാപ്പർ ഷിൻസുവിന്റെ ഫോട്ടോയും അവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. പോലീസ് ആ ഫോട്ടോ അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഷിൻസുവിന്റെ മുഖത്ത് ഒട്ടും തന്നെ പേടി കാണാനില്ല. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഫോട്ടോയില് സൂര്യപ്രകാശം കാണാം. പകലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഏതോ ബേസ്മെന്റ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഷിൻസുവിന്റെ തൊട്ടു പിന്നിലായി ഒരു വാട്ടർ പൈപ്പും കാണാം. അപ്പോൾ ഉറപ്പായും കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം. പോലീസിന് എത്ര ചിന്തിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സമയം ജൂനിയർ പോലീസ് ഓഫീസറായിട്ടുള്ള ചോയ് ആ കുഞ്ഞിന്റെ ഫോട്ടോ തന്റെ ഫോണിൽ പകർത്തുന്നുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് ചെന്നിനെ കാണാനാണ്. മറുവശത്ത് ലീന ആ കുട കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും കുറച്ച് പേരുകൾ മാത്രം പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കുറച്ച് ആളുകളുടെ അഡ്രസ്സ് തനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാൻ പറഞ്ഞ് ചെന്നിനെ മെസ്സേജ് അയച്ചു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചോയ് ചെന്നിന്റെ വീട്ടിലെത്തി. പുള്ളിക്കാരൻ തന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ. ആർക്കും ചെൻ പറയുന്നത് കേൾക്കാൻ നേരമില്ല. ചോയ് അയാളോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഷിൻസുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നാൽ ചെൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇതൊക്കെ എന്തിനാണ് എന്നെ കാണിക്കുന്നത്? ഞാനതിന് പോലീസല്ലല്ലോ. ഇപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഒരു കണക്കിന് ചോയ് അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി.
ചെന്നിന്റെ മനസ്സ് മാറി. കാരണം 10 വർഷങ്ങൾക്ക് മുൻപ് നായികയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആള് തന്നെയാണ് ഇപ്പോ ഷിൻസുവിനെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഉടനെ തന്നെ ആ കില്ലറെ കണ്ടെത്തിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവന് നഷ്ടപ്പെടും. ചെൻ വേഗം തന്നെ ആ പോലീസുകാരനെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. ഈ ഒരു സമയം വീണ്ടും നായികയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. അന്ന് കുഞ്ഞിന്റെ ഫോട്ടോ ഗാർബേജ് ബാഗിൽ നിന്ന് കിട്ടിയതിനു ശേഷം കിഡ്നാപ്പർ പിന്നീട് ലിനയോട് 4 മില്യൺ പണം ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ലിന പണവുമായി തുറമുഖത്തെത്തി. നായിക കിഡ്നാപ്പർ പറഞ്ഞതനുസരിച്ച് പണമുള്ള ബാഗ് അവിടെയുള്ള ഒരു ഗാർബേജ് ബോക്സിൽ വെക്കുന്നുണ്ട്. പണം കിട്ടിക്കഴിഞ്ഞ അന്ന് വൈകിട്ട് തന്നെ കുഞ്ഞ് വീട്ടിലെത്തുമെന്നാണ് അയാൾ പറഞ്ഞത്. ഈ സമയം ആ കിഡ്നാപ്പറെ പിടികൂടാനായി പോലീസ് അവിടെ മുഴുവനും വളഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്താണ് ഒരു ബോട്ടിൽ നിന്നും ഒരുപാട് ആർമി ഓഫീസേഴ്സ് തുറമുഖത്തേക്ക് ഇറങ്ങുന്നത്. ആ തിരക്കിനിടയിലെ കിഡ്നാപ്പറെ കണ്ടെത്താൻ അതത്ര എളുപ്പമായിരുന്നില്ല. കിഡ്നാപ്പർ അങ്ങനെ ആ പണമുള്ള ബാഗും എടുത്ത് മറ്റൊരു ബോട്ടിൽ കയറി പോകുന്നത് ചെന്നിനെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇതിനുശേഷം ആ പോലീസ് ടീമിനെ ചീഫ് ഓഫീസർ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. കാരണം പോലീസ് നായികയുടെ ബാഗിൽ വെച്ചിരുന്നത് ഫേക്ക് മണിയായിരുന്നു. അതുകൊണ്ട് ആ കിഡ്നാപ്പർ കുഞ്ഞിനെ തിരികെ കൊടുത്തില്ല. അന്ന് രാത്രി തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആള് ലിനയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനാണ് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. തനിക്ക് തെറ്റുപറ്റി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ലിന കരയുന്നുണ്ട്. അതിനാ കിഡ്നാപ്പർ പറയും, ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. ജീവിതത്തിലെ ഒരാൾക്ക് ഒരവസരം മാത്രമേ കിട്ടൂ. ഇത്തവണ പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ലിന തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി പണവുമായി ഒരു മലയുടെ അടുത്തെത്തി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഷിൻസുവിന്റെ അമ്മയെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇത്തവണ കിഡ്നാപ്പർ അവരോട് 4 മില്യൺ പണം ആവശ്യപ്പെട്ട് അന്ന് ലിനയോട് ഒരു തുറമുഖത്തേക്ക് പണം കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നില്ലേ, അതേ സ്പോട്ടിലേക്ക് തന്നെ വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അന്ന് എന്തായാലും ചെന്നിന് ആ കിഡ്നാപ്പറെ പിടിക്കാൻ കഴിഞ്ഞില്ല, മിസ്സായിപ്പോയി. ഇത്തവണ നിന്നെ ഞാൻ വിടില്ലടാന്ന് പറഞ്ഞ് ചെന്നും ചോയും അവര് രണ്ടുപേരും ആ പോർട്ടിലേക്ക് പോവാതെ പട്ടാളക്കാര് സഞ്ചരിച്ചിരുന്ന ബോട്ടിലേക്ക് കയറി. പട്ടാളക്കാരെ മുഴുവനും നിരീക്ഷിക്കുന്നുണ്ട്. ഷിൻസുവിന്റെ അമ്മയാണെങ്കില് പറഞ്ഞതുപോലെ പണവുമായി അങ്ങോട്ട് വന്ന് ഒരു ഗാർബേജ് ബോക്സില് ബാഗും വെച്ച് തിരിഞ്ഞു നടന്നു. മറുവശത്ത് പോലീസും ആ കൊലയാളി പണം എടുക്കുന്നുണ്ടോന്ന് നോക്കി നിൽക്കുന്ന നേരത്താണ് ദേ മറ്റൊരു ബോട്ട് നിറയെ പട്ടാളക്കാർ അങ്ങോട്ട് വരുന്നത്. താൻ ഒരിക്കൽ കൂടി ചതിക്കപ്പെട്ടു എന്ന് ചെന്നിന് മനസ്സിലായി. രണ്ടുപേര് ആ പോർട്ടിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ കിഡ്നാപ്പർ അവിടെ നിന്ന് ബാഗും എടുത്ത് ഓടിക്കളഞ്ഞു. മാത്രമല്ല പണത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ട്രാക്കിംഗ് ഡിവൈസും കിഡ്നാപ്പർ മറ്റൊരു ബോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ഇതറിയാതെ മറ്റൊരു ടീം പോലീസുകാരെ ആ ബോട്ടിന്റെ പിന്നാലെയാണ്. എന്നാൽ ചെൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ കിഡ്നാപ്പറുടെ പിന്നാലെ തന്നെ പായുന്നുണ്ട്. അങ്ങനെ ആ ഓട്ടത്തിനും ബഹളത്തിനും ഇടയില് ആ കൊലയാളി വലിയൊരു കപ്പലിന് മുകളിലേക്ക് ഓടിക്കേറി ആ പണം ഉണ്ടായിരുന്ന ബാഗ് റോഡിലൂടെ പോയിരുന്ന ഒരു വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും പിന്നാലെ പാഞ്ഞു വന്നിരുന്ന ചെന്നും ചോയും ചേർന്ന് ആ കിഡ്നാപ്പറെ പിടികൂടി. അയാളുടെ മുഖം മറച്ചിരുന്ന മാസ്ക് മാറ്റി നോക്കി. സത്യം പറഞ്ഞ അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു കാര്യം വിശ്വസിക്കാനേ വയ്യ. അത് ഷിൻസുവിന്റെ മുത്തശ്ശൻ തന്നെയായിരുന്നു. കൊച്ചുമകളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് പോലീസ് മുത്തശ്ശനെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ സ്വന്തം കൊച്ചുമകളെ തന്നെ തട്ടിക്കൊണ്ടുപോയത്? കുഞ്ഞിപ്പോ എവിടെയാണ്? എന്നാ മുത്തശ്ശൻ ആ ചോദ്യങ്ങളൊക്കെ കേട്ട് ആകെ തകർന്നൊരവസ്ഥയിൽ കരയാൻ തുടങ്ങി. തുടർന്ന് ലീ മുത്തശ്ശൻ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞു. ഷിൻസുവിനെ തട്ടിക്കൊണ്ടുപോയ അന്നേ ദിവസം മുത്തശ്ശനെ തന്റെ കാറിന് താഴെ നിന്ന് ആ കിഡ്നാപ്പർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മൊബൈൽ ഫോൺ കണ്ടുകിട്ടി. പിന്നീട് ആ ഫോണിലൂടെയാണ് മുത്തശ്ശൻ കിഡ്നാപ്പറുമായിട്ട് സംസാരിച്ചിരുന്നത്. അങ്ങനെ അയാള് പറഞ്ഞതനുസരിച്ച് മുത്തശ്ശൻ പോലീസിനോടോ തന്റെ മകളോടോ പറയാതെ കിഡ്നാപ്പറെ കാണാനായിട്ട് ഒരു ബങ്കറിനടുത്തേക്ക് പോയി. മുത്തശ്ശൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബങ്കറിനുള്ളിൽ നിന്ന് കുഞ്ഞിന്റെ സംസാരം മാത്രം കേൾക്കാം. അത് ഷിൻസു ആണെന്ന് കരുതി മുത്തശ്ശൻ ബങ്കറിനുള്ളിലേക്ക് ഓടിക്കേറി. എന്നാൽ അതിനകത്ത് ഷിൻസു ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ സംസാരം കേട്ടിരുന്നത് ഒരു സ്പീക്കറിൽ നിന്നായിരുന്നു. ഈ സമയത്താണ് ആരോ ആ ബങ്കറിന്റെ ഡോറ് പുറത്തു നിന്ന് ലോക്ക് ചെയ്യുന്നത്. മുത്തശ്ശനെ ആ കിഡ്നാപ്പർ ഒരു ദിവസം മുഴുവനും ആ ബങ്കറിനുള്ളിൽ പൂട്ടിയിട്ടിരുന്നു. പിറ്റേ ദിവസം ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് മുത്തശ്ശൻ കണ്ണു തുറക്കുന്നത്. അങ്ങനെ ആ ഫോൺ എടുത്തു നോക്കുമ്പോ ഫോണില് ഷിൻസുവിന്റെ ഒരു വീഡിയോ കാണാം. തുടർന്ന് ആ കിഡ്നാപ്പർ പറഞ്ഞതനുസരിച്ചാണ് മുത്തശ്ശൻ പണം എടുക്കാനായിട്ട് തുറമുഖത്തേക്ക് വന്നത്. പോലീസ് അങ്ങനെ മുത്തശ്ശനെ പിടികൂടി. അല്ലാതെ ലീ അല്ല തന്റെ കൊച്ചുമകളെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ മുത്തശ്ശൻ ഈ പറഞ്ഞ കഥ പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ചെൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞ ഈ കഥയെല്ലാം സത്യമാണോന്ന് കണ്ടെത്താനായിട്ട് ലീയെ പൂട്ടിയിട്ടു എന്ന് പറയുന്ന ബങ്കറിലേക്ക് പോയി. അവിടെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. മറുവശത്ത് ചോദ്യം ചെയ്തിരുന്ന പോലീസ് മുത്തശ്ശന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാനായിട്ട് ലീക്ക് സ്മോക്ക് ചെയ്യാനായി ഒരു സിഗരറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ സ്മോക്ക് ചെയ്യുന്നില്ല.
ചുമ്മാ സ്മോക്ക് ചെയ്യുന്നത് പോലെ കടിച്ചു പിടിച്ചോണ്ടിരിക്കുക. ഇക്കാര്യം പോലീസും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പബ്ലിക് ബൂത്തിൽ നിന്ന് കണ്ടെത്തിയ സിഗരറ്റും ഇതുപോലെ യൂസ് ചെയ്തിരുന്നില്ല. ശരി, ഇതൊക്കെ ചെയ്യിച്ചത് ആ കിഡ്നാപ്പർ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോ അയാള് നിങ്ങൾക്ക് തന്ന ഫോണും അതിലെ വീഡിയോസും മെസ്സേജൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതിന് മുത്തശ്ശൻ പറയുന്നത് ആ ഫോൺ ഇപ്പോ തന്റെ കയ്യിലില്ല. പണം എടുക്കാനായിട്ട് പോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് താൻ ആ ഫോൺ വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. മറുവശത്ത് ലീനയാണെങ്കില് കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന ആളുകളുടെ വീടുകളിലേക്ക് പോയി അവരെ ഇന്റർവ്യൂ എടുക്കുന്നു. താൻ ആ ഹെൽത്ത് കെയർ കമ്പനിയിലെ സ്റ്റാഫ് ആണെന്ന് കള്ളം പറഞ്ഞാണ് അവരെ കാണാനായിട്ട് ചെല്ലുന്നത്. ഇതേ സമയം തന്നെ പോലീസും മുത്തശ്ശൻ തന്നെയാണ് കൊച്ചുമോളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം മുത്തശ്ശൻ തന്നെയാണ് പ്രതിയെന്ന് തെളിയിക്കാൻ പോലീസിന്റെ കയ്യിലെ മതിയായ തെളിവുകളുണ്ട്. മുത്തശ്ശൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. മുത്തശ്ശൻ ഈ പ്രായത്തിലും ഒരുപാട് പണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ലാഭവും മുത്തശ്ശന് കിട്ടിയിട്ടില്ല. പണമെല്ലാം തന്നെ നഷ്ടമായി. അപ്പൊ മുത്തശ്ശന് ഒരുപാട് പണത്തിന് ആവശ്യമുണ്ട്. പിന്നെ പബ്ലിക് ബൂത്തിൽ നിന്ന് കണ്ടെത്തിയ സിഗരറ്റിലെ ഫിംഗർ പ്രിന്റ് അത് മുത്തശ്ശന്റേതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അന്ന് ആ കിഡ്നാപ്പർ മുത്തശ്ശനെ ബങ്കറിനുള്ളിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്ന ദിവസം മുത്തശ്ശന്റെ കാറ് സിറ്റിയിലൂടെ പലതവണ സഞ്ചരിക്കുന്ന CCTV വിഷ്വൽസും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോ തന്നെ ആ ബങ്കറിനുള്ളിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. ഈ ഒരു കാര്യത്തെ പറ്റി പോലീസ് മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ ലീ ഒന്നും തന്നെ മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. ഒന്നും പ്രതികരിക്കുന്നില്ല. ചെന്നാണെങ്കില് ആ ബങ്കറിൽ നിന്ന് കണ്ടെടുത്ത സ്പീക്കറിലെ വോയിസ് റെക്കോർഡ് ചെക്ക് ചെയ്ത് നോക്കി. അത് ഷിൻസുവിന്റെ ശബ്ദം തന്നെയാണ്. എന്നാൽ ഷിൻസുവിന്റെ സംസാരത്തിലെ ഒരു പേടിയോ കരയുന്നത് പോലെയോ ഒന്നും തന്നെ തോന്നുന്നില്ല. അപ്പോ ഉറപ്പായും ഇതൊക്കെ ചെയ്തത് മുത്തശ്ശൻ തന്നെയാണ്. ചെൻ ഇക്കാര്യം ചീഫ് ഓഫീസറോട് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ ചെൻ പറയുന്നത് കേൾക്കുന്നില്ല. മാത്രമല്ല മുത്തശ്ശൻ ഈ സമയം കൊണ്ട് ജാമ്യത്തില് പുറത്തിറങ്ങി കഴിഞ്ഞു. ചെൻ ഇങ്ങനെ ബഹളം വെക്കുന്നത് കണ്ട് ചോയി അവനെ സമാധാനപ്പെടുത്തി തന്റെ സീറ്റിൽ കൊണ്ടിരുത്തി. ഒന്ന് സമാധാനപ്പെട്, ഇതൊന്ന് കേട്ടു നോക്ക്. ഇത് പറഞ്ഞ ചോയ് മുത്തശ്ശനെ കുറച്ചു മുൻപ് ചോദ്യം ചെയ്തിരുന്നില്ലേ? ആ വോയിസ് റെക്കോർഡും കിഡ്നാപ്പർ ഷിൻസുവിന്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തിരുന്ന ആ കോൾ റെക്കോർഡിംഗും കേൾപ്പിക്കുന്നുണ്ട്. ആ രണ്ട് വോയിസും ഒരേ ഫ്രീക്വൻസിയാണ്. ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സംസാരിക്കുന്ന രീതി ഒരേപോലെയാണ്. മുത്തശ്ശൻ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആ കിഡ്നാപ്പറും സംസാരിക്കുന്നത്. ഈ ഒരു റെക്കോർഡിംഗ് കേട്ടപ്പോഴാണ് ചെന്നിനെ 10 വർഷങ്ങൾക്ക് മുൻപുള്ള നായികയുടെ കുഞ്ഞിന്റെ മിസ്സിംഗ് കേസ് ഓർമ്മ വരുന്നത്. ചെൻ പെട്ടെന്ന് തന്നെ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കിഡ്നാപ്പറിന്റെ കോൾ റെക്കോർഡിംഗും ഷിൻസുവിന്റെ കേസിലെ റെക്കോർഡിംഗും കേട്ടു നോക്കും. അതെ, രണ്ട് വോയിസും ഒന്ന് തന്നെയാണ്. കാരണം ആ കിഡ്നാപ്പർ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു കാറ് പാസ് ചെയ്തു പോകുന്ന ശബ്ദം കേൾക്കാം. രണ്ടിന്റെയും ടൈമിങ് സെയിം ആണ്. അപ്പോ ആ രണ്ട് വോയിസ് റെക്കോർഡിംഗും 10 വർഷം മുൻപുള്ളതാണ്. മുത്തശ്ശനാണ് തന്റെ കൊച്ചുമോളെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ എന്തിനായിരിക്കും ഈ പഴയ റെക്കോർഡിംഗ് യൂസ് ചെയ്തത്? അതെന്തിനായിരിക്കും? ചെന്നിനെ യാതൊരു പിടുത്തം കിട്ടുന്നില്ല. അടുത്ത ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുത്തശ്ശൻ തന്റെ മകളെ കാണാനായിട്ട് ആ വീട്ടിലെത്തി. മുത്തശ്ശൻ താമസിക്കുന്നത് മറ്റൊരു അപ്പാർട്ട്മെന്റിലാണ്. എന്നാൽ മുത്തശ്ശന്റെ മകള് ഡോർ തുറക്കാൻ തയ്യാറായില്ല. കരഞ്ഞുകൊണ്ട് ലിയോട് ചോദിക്കുന്നുണ്ട്, എന്റെ മോൾ എവിടെ? നിങ്ങളാണോ അവളെ തട്ടിക്കൊണ്ടുപോയത്? ഇത് കേട്ട് മുത്തശ്ശൻ ആകെ തകർന്നു നിൽക്കുക. എനിക്കറിയില്ല, താൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു മറുപടി കേട്ട ആ സ്ത്രീ പിന്നീട് ഒന്നും തന്നെ മിണ്ടാതെ ആ ഡോറും തുറന്ന് അകത്തേക്ക് പോയി. ഈ സമയത്ത് 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. മുത്തശ്ശന്റെ മകൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. മകളെ ട്രീറ്റ് ചെയ്യാനായിട്ട് മുത്തശ്ശൻ ഒരുപാട് കഷ്ടപ്പെട്ടു. താൻ മകളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടും അവള് തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ഇതൊക്കെ ചിന്തിച്ച് ലീ ആകെ സങ്കടത്തോടെ നിൽക്കുന്ന നേരത്താണ് മുത്തശ്ശനെ ആ കിഡ്നാപ്പർ വീണ്ടും ഫോൺ ചെയ്യുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിലെ കിഡ്നാപ്പർ ലിനയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ മുത്തശ്ശനോടും പറയുന്നത്. എത്രയും പെട്ടെന്ന് പണം കൊണ്ടുവരണം, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. പണവുമായി മുത്തശ്ശനോട് ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ചെൻ നായികയെ എത്ര ഫോൺ ചെയ്തിട്ടും ആരും ഫോൺ എടുക്കാതായപ്പോ ലീനയെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ട്രീറ്റ്മെന്റിലുണ്ടായിരുന്ന ലീന അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി വീട്ടിലേക്ക് പോയതാണോ എന്നറിയാൻ ചെൻ വീട്ടിലേക്ക് ചെന്ന് നോക്കി. അവിടെ ചെല്ലുമ്പോഴാണ് ലീന ആ വീട് വിറ്റ കാര്യം ചെൻ അറിയുന്നത്. ആ വീട്ടിലിപ്പോ മറ്റാരോണ് താമസിക്കുന്നത്. ലീന പിന്നെ എവിടെ പോയി? അവൻ പെട്ടെന്ന് തന്നെ അവൾക്കൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ എവിടെയാ? ഈ സമയത്താണ് ചെൻ നായിക അവന് മുൻപ് അയച്ചിരുന്ന മെസ്സേജുകൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഫ്രീ ആയിട്ട് കുട കിട്ടിയ കുറച്ചു പേരുടെ ലിസ്റ്റ് അവള് ചെന്നിന് അയച്ചിരുന്നു. അവരുടെ അഡ്രസ് കണ്ടെത്തി തരാൻ പറഞ്ഞ്. അന്നവൻ അതത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോ ആ ലിസ്റ്റ് നോക്കുമ്പോ അതിലെ മുത്തശ്ശന്റെ പേരുണ്ട്. ലീ മുത്തശ്ശനും കൂടെ
വാങ്ങിയിരുന്നു. ഈ സമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. ലിന താൻ ഹെൽത്ത് കെയർ കമ്പനിയിലെ സ്റ്റാഫ് ആണെന്ന് കള്ളം പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുത്തശ്ശനെ കാണാനായിട്ട് പോയിരുന്നു. മുത്തശ്ശൻ സംസാരിക്കുന്നതെല്ലാം തന്നെ അവള് തന്റെ ഫോണിലെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, മുത്തശ്ശന്റെ സംസാര രീതി അത് ലിനയ്ക്ക് നല്ല പരിചയമുള്ളതായിട്ട് തോന്നിയിരുന്നു. ജീവിതമാവുമ്പോ ഒരുപാട് കഷ്ടപ്പാടും തടസ്സങ്ങളും വന്നുപോകും. എന്നാൽ ജീവിതത്തിലെ നമുക്കുള്ള അവസരം അത് ഒരു തവണ മാത്രമേ വരൂ. മുത്തശ്ശൻ ഈ പറയുന്നത് കേട്ട് ലീന ആകെ അങ്ങ് സ്റ്റക്കായി പോയി. അവളുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് മുത്തശ്ശന്റെ മകളും കൊച്ചുമോളും ആ വീട്ടിലേക്ക് വരുന്നത്. ലീന പിന്നീട് ആ വീട്ടിൽ നിന്നിറങ്ങി. ഈ സമയം മുത്തശ്ശന്റെ വീട്ടിലേക്ക് ആരോ വരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ലീന പെട്ടെന്ന് തന്നെ മുത്തശ്ശന്റെ അപ്പാർട്ട്മെന്റിന് നേരെ മുകളിലുണ്ടായിരുന്ന മറ്റൊരു മുറിയിലേക്ക് ഓടിക്കേറി. എന്നാൽ സത്യം പറഞ്ഞ ലിനയ്ക്ക് ഈ കാര്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. തന്റെ മകളെ ഫോട്ടോ എടുത്തത് ഇതേ മുറിയിൽ വെച്ചാണ്. തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത് മുത്തശ്ശനാണെന്ന് നായിക തിരിച്ചറിയുന്നു. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ലിന തന്നെയാണ് മുത്തശ്ശന്റെ കൊച്ചുമകളെ തട്ടിക്കൊണ്ടുപോയത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചെൻ ലിന ഇത്ര നാളും ഷിൻസുവിനെ ഒളിപ്പിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി. അത് മറ്റെവിടെയോ അല്ല, മുത്തശ്ശൻ എവിടെയാണോ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചത് അതേ മുറിയിൽ തന്നെ. ചെൻ താൻ കണ്ടെത്തിയ ഈ സത്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തന്റെ ചീഫ് ഓഫീസറെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ സമയം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. മുത്തശ്ശന്റെ മകളുടെ ഹാർട്ട് സർജറിക്ക് 4 മില്യൺ പണം വേണമായിരുന്നു. മറ്റൊരു വഴിയില്ലാതെ തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ മുത്തശ്ശനാണ് അന്ന് പണത്തിന് വേണ്ടി ലിനയുടെ മകളെ തട്ടിക്കൊണ്ടുപോയത്. അന്ന് നായിക കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയം മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലടച്ച് മലയുടെ മുകളിലേക്ക് എങ്ങനെയൊക്കെ ഉരുട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ് ചെൻ ആ കിഡ്നാപ്പറെ പിടികൂടാനായിട്ട് ആ സ്പോട്ടിലേക്ക് വരുന്നത്. പോലീസിനെ കണ്ടതും മുത്തശ്ശൻ ആകെ ഭയന്നുപോയി. താൻ പിടിക്കപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പതറിപ്പോയ മുത്തശ്ശന്റെ ശ്രദ്ധയൊന്ന് തിരിഞ്ഞതും മുത്തശ്ശൻ ഇത്ര നേരം ഉരുട്ടിക്കൊണ്ടുവന്നിരുന്ന ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ കയ്യിൽ നിന്ന് പോയി. അതൊരിക്കലും മുത്തശ്ശൻ വേണോന്ന് വെച്ച് ചെയ്തതായിരുന്നില്ല. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ താഴേക്ക് വീഴുന്നത് കണ്ട ചെൻ തന്റെ ജീവൻ പോലും നോക്കാതെ മലയിൽ നിന്നും എടുത്തു ചാടിയെങ്കിലും അവൻ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലിനയുടെ കുഞ്ഞ് ആ മലയിൽ നിന്നും താഴേക്ക് വീണിരുന്നു. ചെൻ ഒരു മരത്തില് തങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ജീവനോടെ രക്ഷപ്പെട്ടു. അന്നവൻ മുത്തശ്ശന്റെ മുഖം കണ്ടിരുന്നില്ല. അയാള് യാതൊരു മനസാക്ഷിയുമില്ലാതെ ആ പണം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഇപ്പോ മുത്തശ്ശൻ ഒരു കത്തിയായിട്ട് ആ മലയുടെ മുകളിലേക്ക് കയറി വരുമ്പോ നമ്മുടെ ലീന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ കുഞ്ഞിനെ അടച്ചു വെച്ച് അയാളെ കാത്തു നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ തന്റെ തെറ്റേറ്റു പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും ലീന അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവൾ ആ കണ്ടെയ്നർ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഈ സമയത്താണ് ചെൻ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. മുത്തശ്ശനും ചെന്നും ഒരുപോലെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പാടുപെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ചെൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് ഷിൻസു ഉണ്ടായിരുന്നില്ല. ഷിൻസു വളരെ ഭദ്രമായി തന്നെ ലീനയുടെ കാറില് കിടന്നുറങ്ങുന്നുണ്ട്. ലീന ഇത്ര നാളും ഷിൻസുവിനെ തന്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് നോക്കിയത്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് ഒരു പോലീസ് പട തന്നെ എത്തി മുത്തശ്ശനെ അറസ്റ്റ് ചെയ്തു. അതേസമയം ആ മലയുടെ മുകളിൽ മരിച്ചു കിടക്കുന്ന നമ്മുടെ ലീനയെ കാണിച്ചാണ് ദ ഗിൽറ്റി വൺസ് എന്ന ഈ ഒരു കൊറിയൻ മൂവി അവസാനിക്കുന്നത്. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.